ഏത് ഷിപ്പിംഗ് കമ്പനിയാണ്, എങ്ങനത്തെ ഷിപ്പിംഗ് കമ്പനീസാണ് ഇപ്പം ദുബായ് പോലുള്ള കൺട്രീസിൽ ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യേണ്ടത്? ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഇതിന് ഏറ്റവും ബേസ് ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വെയിറ്റാണ്. ഓക്കെ, പ്രൊഡക്റ്റ് അതൊരു B2B പ്രൊഡക്റ്റാണോ B2C പ്രൊഡക്റ്റാണോ എന്നുള്ളത് അനുസരിച്ചിരിക്കും ഷിപ്പിംഗ് കമ്പനീസ്. രണ്ട്, ഇന്ത്യയിൽ ഏത് ഷിപ്പിംഗ് കമ്പനിയും ചാർജ് ചെയ്യുന്നത് വോളിമെട്രിക് വെയ്റ്റിൻ്റെ ബേസിസിലാണ്. CBM ആണ്. ദുബായിൽ ഇ-കൊമേഴ്സ് ഡെലിവറീസിന് അങ്ങനെയല്ല, പെർ ഡെലിവറി മാത്രമല്ല ഗ്രോസ് വെയിറ്റ് എടുക്കും. എല്ലാവരും എടുക്കും എന്നുള്ള എനിക്കറിയില്ല, പക്ഷെ നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നത് ഗ്രോസ് വെയിറ്റ് ബേസിസിലാണ്, വോളിമെട്രിക് വെയിറ്റിലല്ല. അപ്പോൾ B2B പ്രൊഡക്റ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കൊറിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജറായിട്ടുള്ള കൊറിയർ എന്ന് പറഞ്ഞാൽ എമിറേറ്റ്സ് പോസ്റ്റാണ്. MX എന്ന് പറയും. എമിറേറ്റ്സ് നമ്മളെ UAE നാഷണൽ പോസ്റ്റൽ, നമ്മുടെ ഇന്ത്യ പോസ്റ്റ്, അവിടുത്തെ എമിറേറ്റ്സ് പോസ്റ്റ്. MX കമ്പനിയുടെ പേര് മാറ്റി അവർ MX എന്ന് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എമിറേറ്റ്സ് പോസ്റ്റിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എമിറേറ്റ്സ് പോസ്റ്റിന് അത്രയും വെൽ എസ്റ്റാബ്ലിഷ്ഡ് നെറ്റ്വർക്ക് വർഷങ്ങളായിട്ട് അവർ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഏത് റിമോട്ട് കോർണറിലേക്കും അവർക്ക് ഡെലിവറീസ് ഉണ്ട്. മറ്റുള്ള പോസ്റ്റൽ കമ്പനീസിന്, കൊറിയർ കമ്പനീസിന് അത്രയും റിമോട്ട് ഏരിയയിലേക്ക് ഫാസ്റ്റായിട്ട് എത്തിക്കാൻ പറ്റില്ല. എമിറേറ്റ്സ് പോസ്റ്റിൻ്റെ ഒരു SLA എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ UAE എവിടെയും അവർ കൊടുക്കും. ഞങ്ങൾ യൂസ് ചെയ്യുന്ന എമിറേറ്റ്സ് പോസ്റ്റാണ്, നെക്സ്റ്റ് ഡേ കൊടുക്കും. ഇനി അതല്ല ഒരു റിമോട്ട് ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവർ ജസ്റ്റ് +2 അത്രേ ഉള്ളൂ. ഇതാണ് ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് അങ്ങനെ എമിറേറ്റ്സ് പോസ്റ്റിൻ്റെ അടുത്തൊന്നും ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. വെരി ഗുഡ് സർവീസ്. ദെൻ പിന്നെ നമ്മൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് ഗാർമെൻറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ iMile എന്ന് പറഞ്ഞിട്ടുള്ളൊരു, ഞാൻ നല്ല ആളുകളെ മാത്രമാണ് കേട്ടോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഒരു D2C ആണെന്നുണ്ടെങ്കിൽ iMile നല്ലൊരു ഓപ്ഷനാണ്. വെൽ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ഇൻ്റഗ്രേറ്റഡ് ഒരു സർവീസാണ് iMile. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ GCC ഫുൾഫിൽമെൻറ്റ് നിങ്ങൾക്ക് ടോട്ടലി ടേക്കപ്പ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന IQ ഫുൾഫിൽമെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്. വെരി ഗുഡ് ഓട്ടോമേറ്റഡ്, ലാസ്റ്റ് മൈൽ ഡെലിവറി ചെയ്യാൻ പറ്റും, വെയർഹൗസിങ് ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. GCC വഴി ഡെലിവറി കൊടുക്കും. IQ ഫുൾഫിൽമെൻറ്റ് അവർ നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് Aramex ഉണ്ട്. അവിടെ ഡെഫിനറ്റ്ലി Aramex ഉണ്ട്, DHL ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഇതനുസരിച്ചിരിക്കും, വാല്യൂ അനുസരിച്ചിട്ടിരിക്കും DHL. ഇപ്പോൾ ആപ്പിൾ യൂസ് ചെയ്യുന്നത് DHLനെയാണ്, അങ്ങനെ ഒരു വ്യത്യാസങ്ങളുണ്ട്. പിന്നെ മിക്ക ഇലക്ട്രോണിക്സ് കമ്പനീസ് യൂസ് ചെയ്യുന്നത് DHLൻ്റെയാണ്. പിന്നെ ഇപ്പോൾ എമിറേറ്റ്സ് പോസ്റ്റ് ഞാൻ മുമ്പ് പറഞ്ഞത് ആമസോണിൻ്റെ ഡെലിവറീസ് എമിറേറ്റ്സ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആമസോണിൻ്റെ ഡെലിവറീസ് തന്നെ ഇങ്ങനെ പല ആളുകളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഇതല്ല, ഇതിലും കൂടുതൽ ഡെലിവറി കമ്പനീസ് ഉണ്ട്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അവർ പ്രൊഡക്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അവർ പ്രൊഡക്റ്റ് വെയിറ്റ് ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അവർ പ്രൊഡക്റ്റ് പ്രൈസ്. അത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം കുറച്ചും കൂടി ബെറ്റർ ആയിട്ട്. ഓക്കെ, എനിക്കിപ്പോൾ ആക്ച്വലി ഇവിടുന്ന് ഒരു ഓപ്പർച്യൂണിറ്റി വന്നത് IQ ഫുൾഫിൽമെൻറ്റ്, പിന്നെ അതായിരുന്നു വെച്ചിട്ട് വേറെ എന്തോന്നും കൂടി iMile. ഇവർക്കൊക്കെ ഷോപ്പിഫൈ ആപ്പ് ഉണ്ടോ? ഇവർക്കൊക്കെ ഷോപ്പിഫൈ ആപ്പ് ഉണ്ട്, ഇൻ്റഗ്രേഷൻ ഉണ്ട്. അത് ഫസ്റ്റ് UAE ഞാൻ ഇവരെയൊക്കെ കൊണ്ട് ഈ എമിറേറ്റ്സ് പോസ്റ്റിനെ കൊണ്ട് ഷോപ്പിഫൈ ആപ്പ് ഉണ്ടാക്കിച്ച ആള് ഞാനാണ്. നിങ്ങളാണ്? എന്നാൽ ഞങ്ങളൊരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ലോഗി ലിങ്കർ ആണ്. എനിക്ക് എല്ലാ ആൾക്കാരെയും ഒരു ആപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ എമിറേറ്റ്സ് പോസ്റ്റാണ് യൂസ് ചെയ്യുന്നത്, നാളെ നിങ്ങൾ എമിറേറ്റ്സ് പോസ്റ്റ് സമയത്തിന് മുകളിൽ അല്ലെങ്കിൽ iMile സമയത്തിന് മുകളിൽ വെച്ചാൽ നിങ്ങൾക്ക് വേറൊരു ആപ്പിലേക്ക് ഇത് വിടാം. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ആപ്പ് എല്ലാ ലോജിസ്റ്റിക്സ് കമ്പനീസിനെയും ഒരു ആപ്പിൽ അതായത് അഗ്രിഗേറ്റ് ചെയ്തു. മനസ്സിലായി. അപ്പോൾ ഈ ഒരു ആപ്പ് ഇതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നമ്മൾ ഷിപ്പ് റോക്കറ്റ് പോലെ അഗ്രിഗേറ്റ് ചെയ്യുന്ന ഒരു സംഭവം. പക്ഷേ ഇത് നിങ്ങളായിട്ടല്ല പ്രൈസ് ചെയ്യുന്നത്, നിങ്ങൾ അവരുടെ API ഈ ആപ്പിലേക്ക് ഇന്റഗ്രേറ്റ്. അവർ ഡയറക്ട്ലി അവരുമായിട്ട് ലിങ്ക് ഉണ്ടാവും, പക്ഷേ യു ക്യാൻ വർക്ക് വിത്ത് ഓൾ ദീസ് സോ ദാറ്റ് യു ആർ നോട്ട് ടൈഡ് ടു ജസ്റ്റ് വൺ. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അത് ഞങ്ങൾ അങ്ങനെ ഒരു ആപ്പാണ് ഞങ്ങൾ ഇൻ ഹൗസിൽ യൂസ് ചെയ്യുന്നത്. ഞങ്ങളുടെ എല്ലാ ഡെലിവറി കമ്പനീസിനെ ഞങ്ങൾ ആപ്പിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു സിംഗിൾ ഡാഷ്ബോർഡിൽ നിന്ന് തന്നെ അത് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത് പലരും ഈ സർവീസ് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു, പിന്നെ ഞങ്ങളത് കൊടുത്തില്ലായിരുന്നു. അതെ, നിങ്ങൾക്കത് ഇപ്പം നിങ്ങൾ ഓൾറെഡി ചെയ്തുകൊണ്ട് അത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ അതിൽ ഈ
API ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഇപ്പോൾ ഒരു കമ്പനി ഇപ്പം ഞങ്ങൾ ഉപയോഗിക്കുന്ന എമിറേറ്റ്സ് പോസ്റ്റ് അതിൽ ഇൻ്റഗ്രേറ്റഡ് അല്ലെങ്കിൽ എത്ര ദിവസം എടുക്കും അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? അത് ബേസിക്കലി ഇതിൻ്റെ അകത്ത് അവരെ API എത്രത്തോളം കോംപ്ലക്സ് ആണെന്നില്ല, പക്ഷെ നമ്മൾ നോർമലി 2 to 4 weeks ആണ് എടുക്കാറ് ഒരു പുതിയ API ടെസ്റ്റ് ചെയ്യണം, അവിടെ നിന്ന് റിപ്ലൈസ് വരണം, കമ്മ്യൂണിക്കേഷനിലെ ഗ്യാപ്പ് ഉണ്ടാവും. കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 hour ഡെലിവറി ആണെങ്കിൽ ഇതിനകത്ത് ഒന്നും തെറ്റാൻ പറ്റില്ല. ദർ ഇസ് നോ ടൈം ടു കറക്റ്റ് ഇറ്റ്. അപ്പോൾ അത് അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം. എനിവേസ് ഓക്കെ, അപ്പം ഡെലിവറി കമ്പനീസിനെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടി. യെസ്.